ഹായ്, ഞാൻ സ്മിത ആൽബി. ഞാൻ പ്രൊഫഷണലി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, അതിലുപരി ഹെയർ സ്റ്റൈലിസ്റ്റും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വിഷു ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു മേക്കപ്പ്, അതായത് നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹൈ എൻഡ് പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മേക്കപ്പാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം ലെൻസാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇത് 1 day യൂസിനുള്ള ലെൻസാണ്, ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇത് വന്നിട്ട് ഫ്രഷ് ലുക്കിൻ്റെയാണ്. ഇപ്പോൾ നമുക്ക് ലെൻസ് ആപ്ലിക്കേഷൻ കാണിക്കാം. നോർമലി നമ്മൾ കൈ കൊണ്ടൊക്കെ ഇടുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇൻഫെക്ഷൻ ആവാനും കാര്യങ്ങളുമായിട്ടൊക്കെ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേറ്റർ എല്ലായിടവും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും, എല്ലാ ബ്യൂട്ടി ഷോപ്പുകളിലും കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൈ കൊണ്ട് ഇട്ട് നമ്മൾ ഇൻഫെക്റ്റഡ് ആവുന്നതിനെക്കാട്ടും ഏറ്റവും ബെറ്റർ ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേറ്റർ വെച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയായിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഓപ്പൺ ചെയ്ത് പിടിക്കാൻ വേണം. കണ്ണിൽ നമുക്ക് അപ്ലൈ ആയിട്ടുണ്ട്. കുറച്ച് നേരം ഒരു തട്ടൽ ഫീൽ ചെയ്യും, അത് നോർമലാണ്. നമുക്ക് സ്വന്തമായിട്ട് ഇടാനാണെങ്കിലും ജസ്റ്റ് ഇത് എടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് ഐസ് ഓപ്പൺ ചെയ്ത് മിററിൽ നോക്കിയിട്ട് തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ഭയങ്കര ഈസിയാണ് ഇതിൽ. നന്നായിട്ട് അപ്ലൈ ആയിട്ടുണ്ട്. കുറച്ച് തട്ടിൽ ഫീൽ ചെയ്യും, കുറച്ച് സമയത്തേക്കേ കാണുള്ളൂ അത്. അടുത്ത നമ്മൾ ടോണിങ് ആണ് ചെയ്യാൻ പോകുന്നത്. മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ടോണിങ്. നമ്മൾ ക്ലെൻസിങ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ ലെൻസും അപ്ലൈ ചെയ്തു. ഇനി നമുക്കുള്ളത് ഒന്ന് ടോൺ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഇതിന് നമ്മൾ നോർമലി ഒന്ന് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്തതിന് ശേഷം ഫാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇങ്ങനത്തെ ഫാൻ ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് അല്ലാണ്ട് തന്നെ നമുക്ക് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അതിനൊന്ന് ഉണക്കിയാൽ മതി. അല്ലാത്തവർ ഡാബ് ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്ത് നന്നായിട്ട് ഫേസിൽ പിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള മോയ്സ്ചറൈസിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാവൂ. ഇപ്പം നോർമലി നമ്മൾ ടോണിങ് ചെയ്തിട്ട് ഇത്രയും സമയം കൊടുത്ത് നമ്മൾ ടാബ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ നന്നായിട്ട് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യും. നമ്മുടെ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ടോണിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ മേക്കപ്പ് ഫ്ലോപ്പ് ആവും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യമേ നന്നായിട്ട് ഡാബ് ചെയ്ത് അത് പിടിക്കണം. ഇപ്പം നമ്മുടെ സ്കിന്നിൽ അത്യാവശ്യം നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് 3-in-1 ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമർ ആയിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1000 സംതിങ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് നമുക്ക് പ്രൈമറും മോയ്സ്ചറൈസറും എല്ലാത്തിനും പകരം ഈ ഒരെണ്ണം യൂസ് ചെയ്താൽ മതിയാവും. നമുക്ക് സെൽഫായിട്ട് നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഒക്കെ നമുക്കിത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. അത്യാവശ്യം മേക്കപ്പ് വേണം, പക്ഷെ ഫേസിൽ നമുക്ക് ഒന്നും ഇട്ടൊരു ഫീല് തോന്നല് എന്നുള്ള രീതിയിൽ ഉള്ളവർക്കും, അതായത് നോ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്കും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് ക്രിയേറ്റ് ആവും. കാരണം നമുക്ക് പ്രൈമർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നോർമലി ഭയങ്കര സ്റ്റിക്നെസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റിക്കി ആയിട്ടിരിക്കും, മീൻസ് അത്രയും ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇത് വന്നിട്ട് നമുക്ക് അത്ര ഒരു ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. അടുത്ത നമ്മൾ ടാർട്ടയുടെ ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് ഹൈ എൻഡ് പ്രോഡക്ട്സ് ആണ്, എന്നാലും അത്യാവശ്യം നമുക്ക് സെൽഫ് യൂസിനാകുമ്പോൾ മാക്സിമം നല്ല പ്രോഡക്ട്സ് അല്ലേ നമ്മൾ മേടിക്കാനായിട്ട് നോക്കുകയുള്ളൂ.
അപ്പോൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ടാറ്റയുടെ ഈ ഒരു പ്രോഡക്റ്റാണ്. ജസ്റ്റ് അണ്ടർ ഐസിൽ ഒരു ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ടാണ് അവിടെ ഒരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുക്കുന്നത്. സിമ്പിൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് ഹെവി ആയിട്ട് എന്തോ കളർ കറക്ഷൻ അങ്ങനെയൊന്നും വരത്തില്ല. പക്ഷെ ഇത് നന്നായിട്ട് തന്നെ കവറേജ് കിട്ടും. ഒരു ഡാർക്ക്നെസ് ഒക്കെ ഉള്ളത് നന്നായിട്ടൊന്ന് കവറായി പോകും. ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നോർമലി ഒരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യും. ഫൗണ്ടേഷൻ ആ ഒരു ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. ആളുടെ ഷെയ്ഡിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു നാച്ചുറൽ ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത് ഹൈലൈറ്റ്, നമ്മളിപ്പം നോർമലി ഉള്ള സ്കിൻ ടൈപ്പ് ആയതുകൊണ്ട് കാരണം ആളുടെ തന്നെ സ്കിൻ ടോണിൽ ചെയ്തതുകൊണ്ട് നമുക്ക് ഹൈലൈറ്റ് പോയിന്റ്സിൽ കുറച്ച് എന്താ പറയുക കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കളർ ഷെയ്ഡ് കൂടുതലായിട്ട് കൊടുക്കുക. അതിന് ഞാൻ ടാറ്റയുടെ ഈ ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റ് പോയിന്റ്സിൽ മാത്രം ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫൗണ്ടേഷൻ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് PACയുടെ DVO ലിക്വിഡ് ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഷാണ്. ഇതിൻ്റെ ടർക്കിഷ് ഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഷെയ്ഡാണിത്. ഇത് നോർമലി എല്ലാവരും വാങ്ങി വെച്ച് 750 ആ ഒരു റേഞ്ചൊക്കെ വരത്തുള്ളൂ. ബ്ലഷ് ഇടുന്ന ടൈമിൽ കുറച്ചൊന്ന് സ്മൈൽ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ചീക്ക് ബോൺ നമുക്ക് കറക്റ്റ് കിട്ടും. നമുക്കൊരു എന്താ പറയുക ഗ്ലോസി ലുക്കായിട്ട് അല്ലെങ്കിൽ ഗ്ലാസ് ഫിനിഷ് ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മേക്കപ്പ് ചൂസ് ചെയ്യാന്നുള്ളത്, ഈ ഒരു പ്രോഡക്റ്റ്സ് എല്ലാം ചൂസ് ചെയ്യാന്നുള്ളതാണ്. കുറച്ച് ഹൈ എൻഡ്സ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താൽ മാത്രമേ സ്റ്റേ ഓൺ ആയിട്ട് നിൽക്കത്തുള്ളൂ ആ ഒരു ഗ്ലാസി ലുക്ക്. മിക്കവർക്കും ഇപ്പോൾ ഒരു ഗ്ലാസ് ടൈപ്പ് ലുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സെൽഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് ആയാലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ ഒരു ഗ്ലാസി ഫിനിഷിലുള്ള മേക്കപ്പ് ചെയ്യുന്നതെന്നുള്ളത്. ഇത് നമുക്ക് സെൽഫായിട്ട് ഈ ഒരു പ്രോഡക്റ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്രൈഡ്സിന് വരുമ്പോൾ അത്യാവശ്യം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഉള്ള രീതിയിലുള്ള ബേസ് കാര്യങ്ങൾ കൊടുത്തായിരിക്കും ചെയ്യുന്നത്. ഇതും അത്യാവശ്യം ലാസ്റ്റിംഗ് വരുന്നതാണ്. അടുത്തത് നമ്മൾ ഐബ്രോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഈ എൻഡിൽ ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും, ഒത്തിരി വരച്ച് വിട്ടുള്ളൊരു ഫീലായിരിക്കും. അപ്പം നമ്മൾ നോർമലി ഈ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല എന്താ പറയുക നാച്ചുറൽ ഫിനിഷ് ആയിട്ടുള്ള ഐബ്രോസ് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രം നമ്മൾ ഷെയ്ഡിങ് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ ലൈറ്റൺ ചെയ്യുക. ഞാൻ എടുത്തിരിക്കുന്ന PACയുടെ ഈ ഒരു പൗഡർ ഐബ്രോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
ഐബ്രോസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഐബ്രോസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മീഡിയം 35N മീഡിയം എന്ന് പറഞ്ഞിട്ട് ഒരു ടാറ്റയുടെ തന്നെ കൺസീലർ എടുക്കുകയാണ്. ഇതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനും യൂസ് ചെയ്തത്. ഈ ഒരു ഇത് വാങ്ങി വെക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. നമുക്ക് ഹൈലൈറ്റിംഗ് ഓപ്ഷൻസിലെല്ലാം ഈ ഒരു കൺസീലർ തന്നെ കൊടുക്കാവുന്നതാണ്, സെൽഫായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ. അടുത്ത് നമ്മൾ ഐയിലോട്ടാണ്, ഐ മേക്കപ്പിലാണ് പോകാൻ പോകുന്നത്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം നോർമലി ഞാൻ വന്നിട്ടുള്ളത് ഒരു വാമായ എന്ന് പറഞ്ഞിട്ടൊരു ഈ ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് ചെന്നൈയിലെന്നാണ് വെച്ചാൽ ഇതിൻ്റെ തന്നെ വേറെയും നിങ്ങൾക്ക് ഒരുപാട് മെബിലിൻ അങ്ങനത്തെ പോലത്തെ ഒരുപാട് ഇതിൽ ഷെയ്ഡ്സ് കിട്ടും. ഇതിൽ രക്ഷണ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് നോർമലി ഒരു വാം ബ്രൗൺ ആ ഒരു സ്കിൻ ടോൺ അങ്ങനത്തെ ഉള്ളൊരു ടോണിൽ വരും. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു ബേസ് ഷെയ്ഡായിട്ട് അത് കൊടുത്തതിന് ശേഷമാണ് ബാക്കി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിൽ നിന്നും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ് കോർണർ സൈഡിലോട്ട് കൊടുക്കുന്നത്. ഈ ഒരു കോർണർ സൈഡിൽ നമ്മൾ എപ്പോഴും കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡ് ആക്കി കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇന്നർ കോർണറിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഗ്ലിറ്റർ ടൈപ്പുള്ള ഷാഡോസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇന്നർ കോർണറിൽ ചെറുതായിട്ടൊന്ന് ഇതേപോലെ സ്മജ് ചെയ്ത് കൊടുത്താൽ മതി. കൈവച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഗ്ലിറ്റർ എല്ലായിടവും ഒരുപോലെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. അപ്പോൾ ലൈനർ വരച്ച് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു താഴെ നമ്മൾ കുറച്ച് എന്താ പറയുക കാജലാണ് കൊടുക്കാൻ പോകുന്നത്. അടുത്ത് നമ്മൾ മസ്കാരയാണ് കൊടുക്കാൻ പോകുന്നത്. ഐയുടെ നമ്മൾ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മസ്കാരയും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നോർമലി ലാഷ് ഉള്ള ആളായതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ലാഷ് ഒന്നും വെക്കുന്നില്ല. ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് മസ്കാര കൊടുക്കുകയാണ്. മസ്കാര കൊടുക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേറ്ററും കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗത്താവാണ്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ലാഷ് കുറവുള്ളവർക്കെല്ലാം ഈ ഒരു ലാഷ് മസ്കാര യൂസ് ചെയ്യാന്നുള്ളൂ. ഇത് വന്നിട്ട് ടു ഫേസിൻ്റെയാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇത് നോർമലി മെബിലിൻ്റെ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള 2000 സംതിങ് ആ ഒരു റേഞ്ച് വരും. നമ്മൾ ബ്ലഷ് വന്നിട്ട് നമ്മൾ ലിക്വിഡ് ബ്ലഷാണ് ഇട്ടത്. അപ്പോൾ അതിന് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൗഡർ ബ്ലഷ് യൂസ് ചെയ്യാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. അതായത് ഒരു നാച്ചുറൽ ലുക്കൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ലിക്വിഡ് ബ്ലഷ് മാത്രം മതിയാവും. പിന്നെ നമുക്ക് അധികം ഗ്ലോ വേണ്ട എന്നുള്ളതുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പൗഡർ ബ്ലഷ് യൂസ് ചെയ്താൽ മതി. ഈ ഒരു കോസ്റ്റ്യൂമിന് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു മാലയാണ് നോക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ പൊട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ മാലയും കമ്മലും ഒക്കെ ഭയങ്കര ഹെവി ആയിട്ട് മീൻസ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ട് വന്നിട്ട് ഭയങ്കര സിമ്പിളായിട്ട് കൊടുക്കുന്നതായിരിക്കും ഭംഗി. നമ്മുടെ ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയുള്ളത് ലിപ്സ്റ്റിക്കാണ്. നമുക്ക് ലിപ്സ്റ്റിക് കൂടെ ഇട്ടിട്ട് നമ്മുടെ ഫേസ് മേക്കപ്പ് ഫുള്ളാവും. അത് കഴിഞ്ഞിട്ട് ഹെയറിലോട്ട് കിടക്കാം. ലിപ് ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡാർക്ക് ഷെയ്ഡാണ് ഫസ്റ്റ് ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനൊരു
നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് പോലത്തെ, ബ്രൗണും അല്ല, ഒരു ബർഗണ്ടി ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ന്റെ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് SSLO15 എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. മിക്സ് ചെയ്തായിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മളടുത്ത് ഹെയർ സ്റ്റൈലിലോട്ടാണ് പോകാൻ പോകുന്നത്. ഒരു ചെറിയ സിമ്പിളായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ ഈ ഒരു ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക്.